നമസ്കാരം. ആയുർ ഓയൂർ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ ഒരു ലൈവ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇതിപ്പോൾ പുല്ലാഞ്ഞിപ്പച്ച എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഇന്നലെ ഒരു വീട്ടിലേക്ക് ഒരു മിന്നലേറ്റ് ഇവിടെ ഒരു വലിയ ഒരു അപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വാർഡ് മെമ്പറോടൊന്ന് ചോദിക്കാം. എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ ഇവിടെ ഈ ഇടി മിന്നലും അവിടെ ചാഞ്ഞിട്ട് അവിടെ മരത്തിലിരുന്ന റബ്ബറിലിരുന്ന കാക്കകളൊക്കെ മൊത്തം ചത്ത് വീണോട് താഴെ കിടക്കുകയാണ്. പിന്നെ വീട്ടിനകത്തുള്ള രണ്ട് കുട്ടികളും പാപ്പായും ഉമ്മയാണ് ഉണ്ടായിരുന്നത്. പാപ്പ അടുത്തടുത്തുള്ള കടയിലായിരുന്നു. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഇതിന്റെ സ്പാർക്ക് ഉണ്ടാകുകയും പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിനൊക്കെ വേദനയും പെരുപ്പും ഒക്കെ ആയി അവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നിലവില് കുട്ടികൾ രണ്ടും മറ്റേ അവര് ഹോസ്പിറ്റലാണ് ഉള്ളത്. പിന്നെ അതിനേക്കാളുള്ള ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ വീട് തന്നെ പിന്നെ തകർന്ന് വീഴാറായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇവരുടെ ഈ നമ്മളെ വാർഡിന്റെ മൊത്തം വീടുകൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട ഒരു വീട് ഈ വാർഡാണ്, ഈ വീടാണ്. അപ്പൊ ഇവര് നമുക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത് ലൈഫ് മിഷനിലാണ്. അപ്പൊ ലൈഫ് മിഷനിൽ ഇവര് പേരുണ്ട്, പക്ഷെ ഇവര് 200-ന് മുകളിലാണ് അവരുടെ പേര്. അപ്പൊ പഞ്ചായത്ത് നിലവിൽ കഴിഞ്ഞ വർഷം 50 വീടാണ് ലൈഫിൽ കൊടുത്തത്. ഈ വർഷം ഇപ്പൊ 50 പേർക്കൂടെ വീട് കൊടുക്കാനുള്ള എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇവർക്ക് വീട് കിട്ടാൻ ഇനിയും 1-2 വർഷം എടുക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവർക്ക് ഇനി വീട്ടിൽ തുറന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, ഓഫീസറെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമപരമായി ഈ ലിസ്റ്റിൽ എന്തെങ്കിലും പഞ്ചായത്തിന്, കളക്ടർക്കോ പഞ്ചായത്തിനോ ഈ ലിസ്റ്റിനകത്ത് എന്തെങ്കിലും ഭേദഗതി വരുത്തി ഇവർക്ക് വീട് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായേ മതിയാവും. അപ്പം ഈ വീട്ടിൽ നിലവിലെ കുഞ്ഞുങ്ങൾക്കും ഈ വീട്ടിൽ താമസിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരെയും വില്ലേജ് ഓഫീസറെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ ഇനിയിപ്പോൾ 10 മണിക്ക് അങ്ങോട്ട് പഞ്ചായത്തിലോട്ട് വില്ലേജ് ഓഫീസറെ കാണാനുള്ള ശ്രമമാണ്. ഏത് രീതിയിലായാലും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണിത്. കാര്യം ആ കുടുംബനാഥൻ സുധീർ ആരോഗ്യപരമായി ശാരീരിക ബുദ്ധിമുട്ടുള്ള കക്ഷിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ലൈഫിന്റെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വല്ലതും ഹാജരാക്കിയിരുന്നതിൽ മുൻഗണനാ ക്രമത്തിൽ വരികയും ഇവർക്ക് വീട് കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത് 2020 കാലഘട്ടത്തിലാണ് അത് നടന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് പഞ്ചായത്തും ആയിട്ടൊക്കെ സംസാരിക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ഞാൻ ഈ വീടിന്റെ ജീർണാവസ്ഥ നമുക്കൊന്ന് കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇവിടെ ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു കൊള്ളാം എന്ന് തോന്നുന്നെങ്കിലും ഇതിന്റെ ബാക്ക് സൈഡും അത് നമ്മൾ ഈ ഇടിമിന്നലേറ്റ് ഇന്നലെ രാത്രിയിൽ ഇടിമിന്നലേറ്റപ്പോൾ ഇതിനകത്ത് കുട്ടികളുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. വട്ടപ്പാറ പുല്ലാഞ്ഞിപ്പച്ചയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാക്കകളൊക്കെ, നിരവധി കാക്കകൾ ഇവിടെ ചത്തു വീണ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലാവിലേക്ക് ഇടി ചാഞ്ഞിട്ട് താഴേക്ക് വീണ് ഈ കാക്കകൾ ഇവിടെ 1, 2, 3, 4 ഏകദേശം 10-12ഓളം കാക്കകൾ ഇവിടെ ചത്ത് വീണിട്ടുണ്ട്. ഇപ്പം നിലവിൽ ചത്ത് വീണ് കിടക്കുന്ന അവസ്ഥയാണ്. അതെല്ലാം ഇടിമിന്നലേറ്റ് ചത്ത് വീണതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ വീടിൻ്റെ ശോച്യാവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഈ വീടിൻ്റെ ശോച്യാവസ്ഥ. ഈ പ്രദേശത്തൊന്നും ഇതുപോലത്തെ ഒരു വീട് ഉണ്ടാവാൻ സാധ്യതയില്ല, അത്ര മോശമായ ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിനെ വെളിച്ചമൊന്നുമില്ല. ഇന്നലെ ഈ ഇടിമിന്നലേറ്റതിൻ്റെ ഭാഗമായിട്ട് വെളിച്ചമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിയുമെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കാം. വെട്ടം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ആണോ? ഇവിടുത്തെ ആശാ വർക്കറാണോ? എന്താണ് നിങ്ങൾക്ക് ഈ കുടുംബം ഇത്രയും ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പഞ്ചായത്ത് വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 250-ാമത്തെ നമ്പർ അവർക്കുള്ളതെന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഇവിടുത്തെ ഗൃഹനാഥൻ വലിയൊരു രോഗിയാണ്. അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്ത് ജീവിക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ആ കൊച്ചു പാലെടുത്തും തൊഴിലുറപ്പിന് പോയി ഒക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും. അതിനകത്തൊരു വെട്ടം ഒന്ന് അടിച്ചു തരാൻ പറ്റൂടെ എവിടെന്നെങ്കിലും ഒരു അവരുടെ അവസ്ഥയൊക്കെ ഭയങ്കര വിഷമകരമായ അവസ്ഥ. ആ കുഞ്ഞു വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ ആവശ്യം എടുക്കുന്നത്. നിങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ശ്രമിച്ചുകൂടെ? പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തി, നിങ്ങളിവിടുത്തെ ആശാ വർക്കർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊന്ന് സമ്മർദ്ദം ചെലുത്തിക്കൂടെ? പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ ദിവസം ഇവിടെ വന്ന് നമ്മുടെ ആശുപത്രിമാരും ഞാനും ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചപ്പോൾ പറഞ്ഞ ലിസ്റ്റിൽ ഞാനും പേരുണ്ട് കൊടുത്തിട്ടുണ്ട്. 250 നമ്പരാണ്. അതിനകത്ത് പഞ്ചായത്ത് എന്തെങ്കിലും പരിഹാരം കണ്ട്. ഇവിടെ എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് അറിയാമോ അവർക്ക്? നമുക്കറിയത്തില്ല. ഇതിനപ്പുറം അങ്ങോട്ട് വേറൊരാൾക്കുള്ളതാണ്. ഇവിടെ ചെറിയ തുച്ഛമായ സ്ഥലമേ ഉള്ളൂ. ഇവിടെ ഒത്തിരി സ്ഥലം ഉണ്ടോ അവർക്ക്? ഈ സ്ഥലത്തിന്റെ കൂടുതലുള്ള കൊണ്ടാണോ വീട് കിട്ടാത്തത്? അങ്ങനത്തെ ഒരു അവസ്ഥ വല്ലതും ഉണ്ടായിട്ടുണ്ട്? ലൈഫിൽ അവർക്ക് ലൈഫിന്റെ ലിസ്റ്റിൽ അവരുണ്ട് 250 അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു മുൻഗണനാ ക്രമത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള സാധ്യതയെ കുറിച്ച് ആരായുന്നുണ്ടോ? അത് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച്, പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് കളക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും ഇതൊരു വലിയ അവസ്ഥയാണ്, ശോചനീയമായ അവസ്ഥയാണ്. നമ്മൾ കാണുന്നുണ്ട്, എലിയൊക്കെ തുളച്ച് ഇത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. താമസിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇതൊക്കെ കണ്ടല്ലോ, നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ ബാക്കിൽ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് പോലെ അല്ല. ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ അറിയാം, നമ്മൾ ഇടി ചാഞ്ഞപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഇടിമിന്നലേറ്റ സമയത്ത് ഈ ഭാഗത്തു നിന്നുള്ളതാണ്ട് ഇവിടെ നിന്നൊക്കെ പൊട്ടി വീണ് ഈ ഭാഗത്ത് ഇത് കണ്ടല്ലോ, ഇതെല്ലാം വല്ലാത്ത ഇങ്ങോട്ടൊന്ന് അടിച്ച് അതായത് കണ്ടോ, അന്നലെ പൊട്ടി വീണതാണ് ഈ കാണുന്നതൊക്കെ. ആ ഇടി ഒരു പക്ഷേ ഈ വീട് പൊളിഞ്ഞു വീണിരുന്നെങ്കിൽ ഇവിടെ ഒരു ദാരുണമായ സംഭവം നടക്കുമായിരുന്നു. പക്ഷെ എന്തായാലും ഭാഗ്യവശാല് അതായത് ഇത് കണ്ടോ ഇന്നലെ ആ ഇടിമിന്നലേറ്റപ്പോ പൊളിഞ്ഞ ഭാഗമാണ്. ഇവിടുന്നാണ് ഇടി വന്നത്. ഇടി ഇങ്ങോട്ട് ഈ പ്ലാവിൽ കൂടി ഈ കാക്കകളെല്ലാം ചത്തു വീണ് എന്നിട്ട് ഇവിടേക്കാണ് ഈ ഇടി ഇങ്ങനെ പതിച്ച്. എന്തായാലും ഭാഗ്യവശാൽ ആർക്കും ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ ഈ പൊളിഞ്ഞു വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു വീട് എന്ന് പറയാനൊന്നും പറ്റൂല. ഇത് കണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് ഏത് നിമിഷവും അവിടെ നിന്നൊക്കെ ഓട് പൊട്ടിത്തെറിച്ച് ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭിത്തി താഴേക്ക് വെള്ളം ഇറങ്ങി ഈ ഭിത്തി ഇടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മൊത്തം കത്തിപ്പോയി. കണ്ടോ, ഇതെല്ലാം കത്തിപ്പോയി. കറണ്ട് കണക്ഷൻ എല്ലാം പോയി. എല്ലാം മൊത്തത്തിൽ ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും പഞ്ചായത്ത് അധികൃതർ ഒരുപക്ഷെ മുൻകൈ എടുത്തില്ലെങ്കിൽ ഈ വട്ടപ്പാറ നിവാസികൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രംഗത്തിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അത്രയും ശോച്യാവസ്ഥയാണുള്ളത്. വളരെ 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 വിഷമകരമായ രീതിയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടവർ ചെറിയ തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ഗൃഹനാഥൻ എന്തോ ചെറിയ അസ്വസ്ഥതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ അസുഖം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ്, നിങ്ങൾ ബന്ധുവാണോ? ഈ വീട് എന്താണ് മാമാക്ക് പറയാനുള്ളത്? ഈ വീടിനെ കുറിച്ചും ഈ വീട്ടിൽ താമസിച്ചവരെ കുറിച്ചും ഒക്കെ എന്താണ് പറയാനുള്ളത്? ഈ വീടിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് പറയുന്നയാള് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് രോഗിയാണ്. പലവിധ അസുഖങ്ങളുണ്ട്. യാതൊരു ശേഷിയും അത്തരത്തിലില്ല. പിന്നെ ഇവിടുത്തെ ഗൃഹനാഥൻ എന്ന് പറയുന്ന കൊച്ചിന്റെ അധ്വാനം കൊണ്ടാണ് 2 കുട്ടികളും ഈ കുടുംബവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. നമ്മള് പല പ്രാവശ്യങ്ങളിലും പഞ്ചായത്തിൽ ഇടപെട്ടതാണ് ഒരു വീടിന് വേണ്ടി. അന്നത്തെ ഭരണസമിതി, അന്നത്തെ മെമ്പർമാരാരും അത്ര കണ്ട് ഒരു ആത്മാർത്ഥത കാണിച്ചില്ല. അവര് വന്ന് നോക്കുമ്പോ സംഭവം അവരുടെ കണ്ണിൽ വലിയ വീടാണിത്, വലിയ വീടാണ്. പിന്നെ കല്ല് കെട്ടി ബേസ്മെന്റ്, പിന്നെ ബോർഡ്, ഇതാണ് അവരുടെ അഭിപ്രായം. പക്ഷെ ഇത്രയും നാശനഷ്ടത്തിൽ കിടക്കുന്ന ഇതൊന്നും ചൊവ്വാക്കി എടുക്കാൻ അവരെ കൊണ്ട് ശേഷിയില്ല. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പട്ടിണി പാവങ്ങളാണ്. ആ ജീവിതത്തിലാണ്. ഇനിയെങ്കിലും ഇതിനൊരു അതെ തീർച്ചയായിട്ടും നമ്മൾ ഇനിയെങ്കിലും ഒരു അടിസ്ഥാനപരമായി ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷപരമായി കിടക്കാൻ നിൽക്കുന്ന ഒരു. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. പ്രായം കുറഞ്ഞ കൊച്ചുമക്കളാണ്. അവരെയും കൊണ്ട് അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടെന്ന് നമുക്ക് ഈ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ, ഇതിന്റെ ബാക്ക് സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വല്ലാത്തൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പൊ പല പ്രാവശ്യവും പഞ്ചായത്ത് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ മാമ പറഞ്ഞതുപോലെ ഇവിടെ ഈ ആസ്പദ ഷീറ്റും അതുപോലെ ഈ കല്ലും ഒക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് ഒരു വലിയ വീടാണെന്ന്. പക്ഷേ ഇത്
ഇതിന്റെ ഈ ഒരു വീടിന്റെ ശോച്യാവസ്ഥ ഇതുവരെ ഇത് നേരിട്ട് കാണാൻ അധികൃതരോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ 250 ലിസ്റ്റിലേക്ക് ഇത് പോകാൻ കാരണം. ഇത് ഒന്നാമത്തെ ലിസ്റ്റിലേക്ക് യഥാർത്ഥത്തിൽ വരേണ്ട ഒരു വീടാണ്. അതിന് പകരം 250 ലിസ്റ്റ്. അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഭാഗമായോ ഇവർക്ക് എത്ര അടിയന്തരമായി ഇവിടെ താമസയോഗ്യമായ ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നാണ് ആയൂർ ന്യൂസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പക്ഷേ ആ കട്ട ഇടിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ ആ ഇടി അല്പം കൂടെ ഊക്കിന് വന്നിരുന്നുവെങ്കിൽ ഈ വീട് മൊത്തത്തിൽ തരിപ്പണമായിരുന്നു. ഈ കുഞ്ഞുങ്ങളും ബാക്കി കാണൂലായിരുന്നു. അത്രയും വലിയൊരു അവസ്ഥയായിരുന്നു. പറഞ്ഞോളൂ. പടച്ചോൻ കാത്താണ്, ഉറപ്പാണ്. നമ്മളിപ്പോ ഈ ഒരു വിഷയം കാണുമ്പോൾ ഇന്നിപ്പോ പറഞ്ഞ് നാളെ അങ്ങ് തീർക്കരുത്. നിങ്ങൾ ഈ അവസ്ഥയ്ക്ക് എത്രയും ഒരു അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചേ പറ്റത്തുള്ളൂ. അത് മെമ്പറോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഇന്നിപ്പോ ഈ നിമിഷം പോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ പഞ്ചായത്ത് മുൻകരുതൽ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടായിട്ട് വേണമെങ്കിൽ നമുക്കൊരു വീട് വെച്ചാൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രയത്നിക്കാം. ആ രീതിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവണം. അവർ ഈ കോലത്തിൽ ഇവിടെ അവർക്ക് ഇടാൻ പറ്റത്തില്ല. അവർക്ക് ഇനി ഒരിക്കലും ഇവിടെ താമസിക്കാൻ എത്ര വൃത്തിയാക്കിയാലും ഇതിന്റെ അടിസ്ഥാനം മുഴുവൻ നശിച്ചു. ഇതിനകത്ത് ഇനി താമസിക്കാൻ പറ്റൂല. അപ്പം അത് എല്ലാം പോയി. വയറിംഗ് അല്ല വിഷയം. അപകടത്തിൽ നിന്ന് പഠിച്ചാൽ രക്ഷിച്ചത് ഒരു രക്ഷയാണ്. അതെ തീർച്ചയായിട്ടും. പക്ഷേ ഇതിനൊരു പരിഹാരം അടിയന്തരമായി കണ്ടേ പറ്റൂ. അത് ആവശ്യമാണ്. അത് ചെയ്യുകയും വേണം. അതിനുവേണ്ടി എല്ലാവരുടെയും ഒരു പരിശ്രമം. അപ്പൊ ഇത് ഒരുപക്ഷെ പഞ്ചായത്തില് 250 ലിസ്റ്റെങ്കിൽ പോലും 250 ഇവിടുത്തെ ലിസ്റ്റെങ്കിൽ പോലും ഇത് അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നാമത്തെ ലിസ്റ്റിലേക്ക് ഈ ഒരു കുടുംബത്തിനെ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള. ഈ വീടിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മളിതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നിരവധി ആളുകൾ, ഈ നാട്ടുകാരായ ആളുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും വളരെ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ ശ്രദ്ധയുണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.